അപ്പോൾ ഇന്ന് സൺഡേ ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. ഉടുപ്പി ഡിമാർട്ടിൽ പോവുക. അപ്പം റെഡി ആയിട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. മറ്റേ രജിസ്റ്ററിനകത്ത് നമുക്ക് ഒപ്പിട്ടിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം മാം ഇപ്പോൾ രജിസ്റ്റർ കൊണ്ട് താഴെ കൊണ്ട് അപ്പോൾ സീനിയേഴ്സ് ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ട് ഒപ്പിടാൻ. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് അഫി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതാണ് നോക്കാനായിട്ട് ആ കണ്ണാടിയിൽ ജനലിൻ്റെ മുന്നിൽ കുറച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രജിസ്റ്റർ ബുക്ക് വന്നു. അഫി ഓരോരുത്തരും പേരെഴുതുന്നു. പേരെഴുതണം, നമ്മൾ ഏത് സെമ്മ പഠിക്കുന്നത് എഴുതണം, പിന്നെ എത്ര മണിക്ക് ഇറങ്ങി, എപ്പോൾ തിരിച്ചു വരുമ്പോഴത്തെ ആ സമയം എഴുതിയാൽ മതി. പിന്നെ ഒപ്പിടണം. അപ്പോൾ അഫിയുടെ ഒപ്പിട്ടു. പിന്നെ നമ്മുടെ ഒപ്പ് ഇടണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അന്ന് ഇട്ടത്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി സന്തക്കട്ടയിൽ നിന്ന് ഉടുപ്പിയിലോട്ട് 15 രൂപ പോയിൻ്റാണ്. ഇനി ഉടുപ്പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീറ്റൊക്കെ കിട്ടില്ലാകും. പിന്നെ ഉടുപ്പി ചെന്നു ഡിമാർട്ടിലോട്ട് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കോഷ്ടികളാണ് ഇത് കാണുന്നത്. ശ്രുതി, അഫി, ബാക്കി ഫർസാനയും ശ്രീക്കുട്ടിയൊക്കെ സൺഡേ മാർക്കറ്റിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അവന്മാരെ കാണാത്തത്. എന്നിട്ട് നമ്മൾ ഡിമാർട്ടിലോട്ട് നടക്കുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സൈഡിൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കടയുണ്ട്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കയറണം, സാധനം മേടിക്കാനുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ ഡിമാർട്ട് എടുത്തിട്ട് എന്താണ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ അഫി. അപ്പം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും കുട മടക്കാറായില്ലേന്ന്. അങ്ങനെ ഡിമാർട്ട് എത്തി. നമ്മളപ്പോഴത്തോടും ബാഗ് അകത്തോട്ട് അലൗഡ് അല്ല. ബാഗ് കൊടുക്കാണ്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ ഇപ്പോൾ ശ്രുതി ബാഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഡിമാർട്ടിനകത്ത് കയറി ശ്രുതി ഓടുവാണ്. എന്തിനെന്നറിയാമോ? ആ വണ്ടിയിൽ ഉന്തുന്നത് അത് നമുക്ക് വേണം. അത് മസ്റ്റാണ് ശ്രുതിക്ക്. എപ്പോൾ ഡിമാർട്ട് ചെയ്താലും നമുക്കത് എടുക്കണം. കാര്യം ഇതിങ്ങനെ ഉന്തിക്കോണ്ട് നടക്കാൻ നല്ല രസമാണ്. ഒരു സാധനം ഇല്ലെങ്കിലും ഇതിങ്ങനെ ഉന്തിക്കോണ്ട് നടക്കണം ശ്രുതിക്ക്. മറ്റേതാകുമ്പോൾ 2-3 സാധനം ഇട്ടാലും വെയിറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് വയ്യ. പിന്നെ നമ്മളിത് ലോട്ടി ചോക്കോപ്പയുടെ സെക്ഷൻ എത്തി. നമ്മൾ മിക്കപ്പോഴും ലോട്ടി ചോക്കോപ്പ എടുത്തു. പക്ഷേ ഇത്തവണ അതിനകത്ത് കുറച്ച് വില കൂടിയുണ്ട്. അത് കാരണം അതവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഇത് കേക്കിൻ്റെ സെക്ഷൻ വന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏതിനാ വിലക്കുറവ് എന്നെങ്കിൽ വിലക്കുറവ് നോക്കിയിട്ട് അത് എടുക്കാമെന്ന് പറഞ്ഞ് നടന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ മാർബിൾ കേക്കിന് 27 ഉള്ളൂ. അപ്പോൾ ഞാൻ അതങ്ങ് എടുത്തു. എന്നിട്ട് സുധീർക്ക് പറയുന്നെങ്കിൽ ഇതെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുറിച്ച് സാധനമൊക്കെ എടുത്തു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം കണക്ക് കൂടേണ്ട ധൃതിക്കാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് പുറത്ത് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഡിമാർട്ടിൻ്റെ തന്നെ. അവിടെ നിന്ന് അപ്പോൾ ശ്രുതി ഒരു ചോക്കോബാറും എടുത്തു, ഞാനൊരു കോണ്ടപ്പം എടുത്തു. അത് പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കണമെന്ന്. അപ്പോൾ അഫി കുറച്ച് മാങ്ങ എടുത്തു. എനിക്ക് കുറച്ച് പഴവും മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അഫി പറയായിരുന്നു ഇത് 2 കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അഫി പറഞ്ഞത്. അന്ന് മേടിച്ചപ്പോൾ 4 40, ഇന്ന് മേടിച്ചപ്പോൾ 2 40. അപ്പോൾ അഫി പറയുന്നത് അണ്ണനിടയ്ക്ക് ചെറുത്. അപ്പോൾ അണ്ണൻ പറഞ്ഞ് പറ്റത്തില്ല, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞേ. പിന്നെ നമ്മൾ അവിടുന്ന് ഉടുപ്പി ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. കുറച്ചുണ്ടായിരുന്നു നടക്കാനായിട്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി. നമ്മൾ ബസ്സിൽ കയറാനായിട്ട് പോവാണ്. നമ്മുടെ ബസ് അങ്ങേ അറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ബസ് കട്ടിലോട്ട് ബസ് ഇതാണ്. അപ്പോൾ ശ്രുതിയെ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും നോക്കത്തില്ല. ഫ്രണ്ട്സ് വേറെ, സീറ്റ് വേറെ. കണ്ടോ, ഓരോരുത്തർ ഓരോ വിൻഡോ സീറ്റ് ഇരിക്കുന്നത്.